നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തത് വഴി പലർക്കും സ്വല്പം ആശങ്ക വർദ്ധിക്കുവാൻ ഇടയുണ്ട്. വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുക മാത്രമല്ല, ഭാവിയിലേക്ക് അനന്ത സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനും വേറെ ചിലർക്ക് സുരക്ഷിതമായിട്ടുള്ള ജോലി ലഭിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടവരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ചിലർക്ക് ആരാധനാലയ ദർശനം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങളും മറ്റു ചിലർക്ക് പുണ്യതീർത്ഥയാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വരവും ചെലവും തുല്യമായിരിക്കുന്നതിനാൽ ഇനിയും 6-7 മാസത്തേക്ക് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പുരോഗതിയില്ലാത്ത പ്രസ്ഥാനം വിൽപ്പന ചെയ്ത് വ്യാപാര വിപണന വിതരണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള പദ്ധതികൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. സ്വഭാവവിശേഷത്താൽ പലവിധത്തിലുള്ള ദുഷ്കീർത്തികളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം അനുകൂലമാകും വിധത്തിൽ ഏറെക്കുറെ അവതരിപ്പിക്കാൻ സാധ്യത കാണുന്നു. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി ഇനി മുതൽ ജീവിത പങ്കാളി എവിടെ താമസിക്കുന്നു അതിനനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ സാധ്യത കാണുന്നു. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ ഇടവരുമെങ്കിൽ പോലും കടം കൊടുത്തുകൊണ്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും നിർബന്ധപൂർവം പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. ആർഭാടങ്ങൾ ഒഴിവാക്കുവാനായിട്ട് മക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. അനായാസേന ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒരുപക്ഷെ ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ അതിന്റെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി തന്നെ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരും. സ്വന്തം നിലയിൽ അത്ര തന്നെ ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നും. എന്നിരുന്നാൽ പോലും ഓരോ പ്രസ്ഥാനത്തിനും ഓരോ തൊഴിലിനും അതിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങളും ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അബദ്ധമുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ദീർഘകാല കാർഷികമായുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നു. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. സങ്കല്പത്തിനനുസരിച്ച് പ്രസ്ഥാനം വളർന്നു വരുവാനിടയുള്ളത് കൊണ്ട് ഇനിയും പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. പരസ്പര വിശ്വാസത്തോടുകൂടി പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഭൂമിക്രയ വിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായുള്ള വരുമാന മാർഗമുണ്ടാകും. ഇതിന്റെ വെളിച്ചത്തിൽ
സ്വല്പം പണം ദാനധർമ്മങ്ങൾക്ക് പോലും ചെലവഴിക്കുവാൻ തീരുമാനിക്കും. നിബന്ധനകൾക്ക് വിധേയമായിട്ട് പുതിയ കർമ്മമണ്ഡലങ്ങൾക്കോ ഉദ്യോഗത്തിനോ അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പഠിക്കാനുമുള്ള അവസരം വന്നു ചേരുന്നത് ഗുണകരമായി തീരുവാൻ പോലും മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി ചെയ്തു തീർക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാവും. ജൂൺ മാസം മുതൽ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാവും എന്ന ധാരണയോടുകൂടി തന്നെ ഒരുപക്ഷെ ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിദേശത്ത് താമസിക്കുന്നവർ ജന്മനാട്ടിൽ വന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളിൽ നിന്നും പലരും പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് ഭാവിയിലേക്ക് സുരക്ഷിതത്വം മനസ്സിലാക്കിക്കൊണ്ട് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ എല്ലാം ഫലപ്രാപ്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. ഉദ്യോഗത്തിൽ ചുമതലകളും അധികാരപരിധിയും വർദ്ധിക്കുകയും എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇല്ലാത്തതിന്റെ വെളിച്ചത്തിൽ ജോലി ഉപേക്ഷിച്ചാലോ എന്ന് തോന്നും. പലപ്പോഴും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ മെയ് മാസം 15 ശേഷം മതി ജോലി രാജിവെക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചിലര് ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ തീരുമാനിക്കും. മറ്റു ചിലര് മെയ് മാസം വരെ അതിനുവേണ്ടി ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കും. വേറെ ചിലര് ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം പല വിധത്തിലും അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ക്ഷമ, വിനയം, ആത്മസംയമനം എല്ലാം സ്വീകരിക്കുവാനുള്ള മനസ്ഥിതി ഇവയെല്ലാം തന്നെ ഏതൊരു പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനുള്ള മിതത്വം പാലിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പരീക്ഷയിൽ തൃപ്തികരമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുന്നതിന് ഭാഗമായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് പോകാൻ തയ്യാറെടുപ്പിന് സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിനുള്ളൊരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുകയും പ്രാരംഭപരമായിട്ട് ഫീസ് അടയ്ക്കുവാനും സാധ്യതയുണ്ട്. സെപ്റ്റംബർ മാസത്തോടുകൂടി ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിലേക്ക് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. മക്കളുടെ നിർബന്ധത്താൽ മാസങ്ങളോളം താമസിക്കുവാനായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകുവാൻ ഇടവരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും അതിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാനുമുള്ള അവസരം വന്നു ചേരുന്നത് ഭാവിയിലേക്ക് സ്വന്തം ജീവിതത്തിൽ അവലംബിക്കുവാൻ തീരുമാനിക്കും. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം നേടുവാൻ അവസരം വന്നു ചേരും. കലാ, സാഹിത്യം, കായികം, സംഗീതം, ചിത്രം, വര മുതലായവയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു മാർച്ച് മാസത്തിൽ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ പ്രാവർത്തികമാവുക എന്നതൊക്കെ തന്നെ മെയ് മാസത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പരിഗണന എല്ലാ കാര്യങ്ങളിലും വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികളായതുകൊണ്ട് ഉടമസ്ഥരുടെ അനുമതിയോടുകൂടി തന്നെ അതിൽ പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കും. ആർഭാടങ്ങൾക്ക് സ്വയമേവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സുവ്യക്തമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട്
പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളാൽ പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. ഉത്തരവാദിത്വമില്ലാത്ത ജോലിക്കാരെ പിരിച്ചുവിട്ട് അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാസ്തവ വിരുദ്ധമായുള്ള പല തോന്നലുകളും ദുസ്വപ്നങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് മാനസികമായിട്ട് സ്വല്പം സംഘർഷാവസ്ഥ വന്നു ചേരും. എന്നാൽ പ്രാണായാമം, വ്യായാമം, ധ്യാനം എന്നിവ ശീലിക്കുന്നത് വഴി ഈ വിപരീതമായുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദേശത്ത് നിന്നും ജന്മനാട്ടെ തിരിച്ചു വന്ന് കാർഷികമായിട്ടുള്ള മേഖലയിൽ ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകും. ഇതിന്റെ വെളിച്ചത്തിൽ നാട്ടിലുള്ള കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള തൊഴിൽ മേഖലകൾക്ക് കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരം വന്നു ചേരും. സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് അല്ലെങ്കിൽ ഒഴിവാക്കി മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കും. നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും വാസ്തുശാസ്ത്രപ്രകാരം ഏറെക്കുറെ തൃപ്തിയായത് കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും യോഗമുണ്ട്. ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ഒരുപക്ഷെ മെയ് മാസത്തിൽ നടക്കുന്ന പരീക്ഷയായിരിക്കാം. പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസുകളും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. പല കാര്യങ്ങളും മറന്നു പോകുമോ എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും മനനം ചെയ്തുകൊണ്ടും എഴുതി വെച്ചും കൊണ്ടും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്.